വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം. അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം. നോൺ ഫാം പേറോൾ ഡേറ്റ വരാനുണ്ട് ഈ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കൂടുതൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്കാണ് വിധേയമായി കൊണ്ടിരിക്കുന്നത്. സ്ട്രോങ് US ജോബ് റിപ്പോർട്ട് വന്നു. അതായത് 2,84,000 പുതിയ ജോബ്സ് സെപ്റ്റംബറിൽ US എക്കണോമി ആഡ് ചെയ്തു, പുതിയതായി ജോലി കൊടുത്തു എന്നുള്ള കണക്ക് വന്നതോടുകൂടി സ്വർണ്ണവില സ്ട്രഗ്ലിംഗ് ആയിരുന്നു. ഓക്കെ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ ഇടയ്ക്ക് സ്ട്രഗ്ലിംഗ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ 2 സമയം ഇപ്പോൾ സ്ട്രഗ്ലിംഗ് നടന്നു. അതിൻ്റെ ഇടയ്ക്ക് വലിയ രീതിയിലൊരു ഉയർച്ചയിലേക്കും ഗോൾഡ് പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ തകർച്ചയിലാണ് ഗോൾഡ് ഉള്ളത്. വലിയ ഇടിച്ചിലേക്ക് വന്നു, പിന്നീട് ഭയങ്കര ഉയർച്ചയിലേക്ക് പോയി, പിന്നെ ഇപ്പോൾ വലിയ ഇടിച്ചിലേക്ക് ഇതായി വന്നു. കാരണം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഒരു ഭാഗത്ത് വേറെയുണ്ട്. അതുകൊണ്ട് സേഫ് ഹാവൻ ഡിമാൻഡ് ഇടയ്ക്ക് വർദ്ധിക്കുന്നുണ്ട്. എന്തായാലും ഗോൾഡ് ഇപ്പോൾ ഇടിച്ചില്ലാണുള്ളത്. 2,645 ഗോൾഡ് വീണിട്ടുണ്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ. കേരളത്തിൽ സ്വർണ്ണവില പറയുകയാണെങ്കിൽ 56,960 ഇപ്പോൾ ഉള്ളത്. 56,960 നിന്നും ഒരു 160 രൂപ നാളെ കുറഞ്ഞേക്കാവുന്ന നിലയാണ് ഇപ്പോൾ ഉള്ളത്. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ -10 US$ ഇടിവുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോക്കിയിട്ട് ഒരു കാര്യമൊന്നുമില്ല. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് വലിയ രീതിയിൽ പ്രശ്നങ്ങളായി കൊണ്ടിരിക്കുകയാണ് മിഡിൽ ഈസ്റ്റിലും റഷ്യ ഉക്രൈനിലും. അതുകൊണ്ട് തന്നെ ഗോൾഡ് വീണ്ടും എന്താവും 57 പോകും. മനസ്സിലായില്ലേ? ഇപ്പോൾ നാളെ കുറഞ്ഞാൽ പോലും നാളെ കുറയോ എന്നുള്ളത് അറിയില്ല. മാർക്കറ്റ് അടക്കാൻ കുറച്ചുകൂടി മണിക്കൂറുകൾ ബാക്കിയുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഗോൾഡ് 87, 88, 89 പോകും. ഈ പ്രശ്നം തീരുന്നത് വരെ. ഈ തീരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ സെപ്റ്റംബർ അല്ലേ, ഇനിയിപ്പോൾ US ഇലക്ഷൻ്റെ അൺസർട്ടനിറ്റി മറ്റുള്ളതൊക്കെ വരില്ലേ, ഒക്ടോബർ, നവംബർ. അപ്പോൾ അതിലൊക്കെ ഗോൾഡ് ഈ റഷ്യ ഉക്രൈൻ ഇത് രണ്ടും അവസാനിച്ചാലേ ഇത് ഈ ഗോൾഡിൻ്റെ ഉയർച്ചയ്ക്ക് ഒരു തടയിടൽ നിൽക്കുള്ളൂ. വലിയ രീതിയിൽ ഉയരാതെ പോവുക. അപ്പോഴും ഉയരും, പക്ഷെ വലിയ രീതിയിൽ ഉയർച്ച തടയണമെന്നുണ്ടെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് കുറയാനും വേണം. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡെയിലി ഉള്ളതിനേക്കാളും കൂടുതൽ വഷളാകുന്ന അവസ്ഥയാണ് കാര്യങ്ങൾ വരുന്നത്. പ്രത്യേകിച്ച് മീഡിയാസ് ഒരാളെ ആക്രമിച്ചാൽ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയൊക്കെ എത്രയും വൈറലായ അവസ്ഥയിൽ ഇത് പരക്കാണ് ഇൻസ്റ്റയിലും മറ്റ് ആപ്പുകളിലൊക്കെ കൂടി. അപ്പോൾ എന്തെങ്കിലും ഒരു ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ ഒരു അഭിമാനത്തിൻ്റെയും മറ്റുള്ളതിൻ്റെ പ്രശ്നമായിട്ടും അതെന്ന് വെച്ചാൽ മനുഷ്യരെ അവിടെ യുദ്ധം ചെയ്യുന്ന ആളുകൾ മാത്രമല്ല ഈ മനുഷ്യൻ്റെ മനസ്സിൽ അക്രമവാസന ഉള്ളത്. അതായത് ഈ ലോകത്തിലെല്ലാവരുടെ മനസ്സുകളിലും അതുണ്ട്. അപ്പോൾ മനുഷ്യരെന്താ ഈ ആക്രമണം ഉള്ളൊരു എന്താ പറയുക ആ നേച്ചറിലേക്ക് അങ്ങനെ പോവുക, അങ്ങനത്തെ വീഡിയോസ് കാണുക, അങ്ങനത്തെ അതിൽ കൂടുതൽ ഇത് കാണുക, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ വേറൊരു ആംഗിളാണുള്ളത്. അപ്പോൾ സമാധാനമായി ജീവിക്കുന്ന ആളുകളും അവരും എന്ത് ചെയ്യാണ്, ഇതിനെ ഒരു പ്രത്യേക ആംഗിളിലാണ് അവർ ആക്രമണത്തിൽ പങ്കെടുക്കുന്നില്ലെങ്കിലും, പക്ഷേ ആക്രമണപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അങ്ങനത്തെ ഒരു ഇതുണ്ടല്ലോ, അങ്ങനത്തെ കാര്യങ്ങൾക്ക്, അങ്ങനത്തെ വാർത്തകൾക്ക് ഇമ്പോർട്ടൻസ്, അതിനനുസൃതമായിട്ട് വോട്ടിങ് ചെയ്യുന്ന ഒരു അവസ്ഥ. എന്തൊക്കെയായാലും ലോക നേതാക്കൾ പരസ്പരം കൂടിയിരുന്ന് പ്രോബ്ലംസ് സോൾവ് ആക്കാൻ, സമാധാനത്തിലേക്ക് കാര്യങ്ങളെല്ലാം എത്തിക്കാൻ സാധിക്കട്ടെ എല്ലാവർക്കും.